ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഇത് പ്രിപ്പയർ ആയിട്ടുണ്ട്. കണ്ടോ? ഞാൻ രുചിച്ച് നോക്കുക. നല്ല മൊരിഞ്ഞ് ചവയ്ക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ലോണം മൊരിയണം. ആകുമല്ല, നല്ലോണം വെന്ത് നല്ല ബാലൻസിലാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം കൂത്ത് വെച്ച് അരയ്ക്കാൻ നേരത്ത് ഉപ്പ് ചേർത്ത് അരച്ചെടുത്ത് പിന്നെ മറ്റെല്ലാം റോ ആയിട്ട് തന്നെ അരിഞ്ഞ് അങ്ങ് ചേർത്ത് കഴിഞ്ഞ് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുമല്ലോ കമൻ്റായിട്ട്. താങ്ക്സ് ഫോർ എവറിത്തിങ്. ഇത് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പം അതിനുള്ള പരിപ്പാണിത്. അപ്പോൾ ഇത് പ്രത്യേകം കടകളിൽ നിന്ന് കിട്ടും. പരിപ്പ് വടയ്ക്കുള്ള പരിപ്പ് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ പ്രത്യേകിച്ച് തരും. ഇച്ചിരി വലിപ്പമുള്ളതാണ്. ഇത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് വലിപ്പം വരുന്നതാണ്. അപ്പോൾ ഇത് ഏർലി മോർണിംഗിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1/4 കിലോ മേളിൽ വരും. ഇത് ഞാൻ ഒത്തിരി ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതുണ്ടാക്കി ഇത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ പോവുകയാണ്. അതൊരു 3 മണിയാകുമ്പോഴത്തേക്ക് എടുത്ത് 4 മണിക്ക് കാപ്പിയോടോ ചായയുടെ കൂടെ ഒപ്പമായിട്ട് ഒരു കടിയായിട്ട് എടുക്കാത്തക്ക രീതിയിൽ അരച്ചെടുക്കുക. അന്നേരം തന്നെ ചൂടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തതെന്ന് എന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ എല്ലാവരും തറവാട്ടിലെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതാണിത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് അന്നേരം അത് സോക്ക് ചെയ്ത് അരച്ച് കഴിഞ്ഞിട്ട് കാണാം. പരിപ്പ് വടയ്ക്കുള്ള കറിവേപ്പിലയാണ് 2 തണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകാണ് ഞാൻ സാധാരണ രീതിയിൽ. വറ്റൽമുളകാണ് ചുമന്ന മുളകില്ലേ, ചന്തയിൽ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന, കടകളിൽ നിന്ന് അപ്പം പ്രൊവിഷൻ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന വറ്റൽമുളകാണ്. പക്ഷേ വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 3 പച്ചമുളക് തന്നെ എടുത്ത്, പച്ചമുളകല്ല സത്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ തറവാട്ടിലാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതല്ല, വറ്റൽമുളകാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത വടപ്പരിപ്പാണിത്. ഇത് വെള്ളമില്ലാണ്ട് കല്ലുപ്പ് ചേർത്ത് അരച്ചെടുക്കുക. ഇതാണ് പരിപ്പ് വടയ്ക്ക് വേണ്ടി അരച്ച് വെച്ചിരിക്കുന്നത്. ഡോയ കണ്ടോ, ഒത്തിരി അങ്ങ് വല്ലാണ്ട് അരച്ചില്ല, ചെറുതായിട്ട് മാത്രമല്ല. എന്നാൽ അതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ പരിപ്പ് കടിക്കാനുള്ളത് കൊണ്ട്. പിന്നെ ഇതാണ് മുളക് ഇങ്ങനെ അരിഞ്ഞേക്കുന്നത്. കറിവേപ്പില ഈ രൂപത്തിലും, സവോള 4 കുഞ്ഞ്, അതായത് നെല്ലിക്ക വലിപ്പത്തിലുള്ള 4 കുഞ്ഞ് സവോള ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇഞ്ചി ഈ രൂപത്തിലാണ്. ഇതെല്ലാം കൂടി ഇതിലോട്ട് അങ്ങ് ഇടുക. ഒന്നും ചെയ്യുന്നില്ല, ഇത് വഴറ്റുകയും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല ഇതിന്. ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്ത് പോകുന്നുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അകമെല്ലാം വലിയ തീ ആകരുതെന്നാണ്. എന്നാൽ എണ്ണ ചൂടാകുകയും ചെയ്യണം, നന്നായിട്ട് ചൂടാകുകയും ചെയ്യണം. പക്ഷെങ്കിൽ വലിയ തീ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം, എന്നാലും അകം വേഗത്തില്ല. അതാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഇനി ഇത് മിക്സ് ചെയ്യണം. അല്പസമയം കൂടെ കഴിയുമ്പോൾ അത് മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഞാനിത് വീണ്ടും കാണിക്കും. എന്നിട്ട് ഇത് നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഷേപ്പിൽ കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇതിങ്ങനെ എടുത്ത് പരത്തി വെച്ചെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് 2 കൈയും ഫ്രീ ആയിട്ടുള്ളവർക്ക് 2 കൈ കൊണ്ട് ചെയ്യേണ്ട കാര്യമാണിത്. നടുവശവും കനം കൂടിയും സൈഡിലോട്ട് കനം കുറച്ചും ഈ രൂപത്തിൽ തന്നെ കിട്ടണം. അപ്പം ഇത് 1/4 കിലോയ്ക്കകത്തുനിന്ന് എനിക്ക് ഏകദേശം 13 എണ്ണമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതാണിത്. അതിൻ്റെ അകത്ത് ഉപ്പും എല്ലാം ബാലൻസിലാണ്. എല്ലാം നോക്കിയിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് ഇവിടെ എണ്ണ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ വട ചൂടാൻ വേണ്ടിയുള്ള എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, മേളിൽ അല്പം വെട്ടക്കുറവുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയത്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും വെട്ടക്കുറവായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ടങ്ങ് മാറ്റിയതാണ്. ഇവിടുത്തെ പുകയെടുപ്പാക്കിയതാണ്.
അപ്പം ഇപ്പം എണ്ണ തിളച്ച് നിൽക്കുകയാണ്. നമ്മൾ അതിലോട്ടങ്ങ് ഇട്ടു. നേരത്തെ പരത്തി വെച്ചതുകൊണ്ട് അത് എളുപ്പമുണ്ട്. കണ്ടോ, നേരത്തെ പരത്തി വെച്ചത് കൊണ്ട് എളുപ്പം നന്നായിട്ട് വെന്ത് ആക്കും എല്ലാം ഒന്ന് വേഗം. ഇതിനും നന്നായിട്ട് എണ്ണ ആവശ്യമുള്ളൊരു പലഹാരമാണ്. കഴിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് എണ്ണ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. നന്നായിട്ട് മൂത്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഇനി നമ്മളിത് ചുട്ടെടുത്തതിന് ശേഷം കാണിക്കാം. നമ്മൾ മുമ്പേ ഇട്ട വടയിൽ 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതേണ്ട ഇതാണ് 3 എണ്ണം. കണ്ടോ, ഇത് 3ഉമാണ് ആദ്യം റെഡി ആയേക്കുന്നത്. കണ്ടോ, ഇത് നന്നായിട്ട് നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. കറക്റ്റാണ്. കണ്ടോ, ഈ രൂപത്തിൽ കിട്ടണം വട. ഇതാണ് ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആ സ്ട്രക്ചർ. കണ്ടോ വെച്ചിരിക്കുന്നത്. ഇതൊരു ആക്കും നമുക്ക് നന്നായിട്ട് വെന്ത് കാണും. അപ്പോൾ അത് നമുക്ക് ഇനി ഫൈനലായിട്ട് ഞാൻ പിന്നെ അടുത്തൂടെ മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് ഒന്നുകൂടെ കാണിക്കാം. ഇതാണിപ്പോൾ തീരാൻ പോവാണ്. ഇതിന് ചുട്ട് തീരാറായി. അപ്പോൾ ഈ അടുപ്പിലാണ്, നാച്ചുറലായിട്ടുള്ള വിറകടുപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പാചകം കൂടിയാണ്. അപ്പോൾ ഇതൊരു നല്ല ഇതാണ്. ഇതെല്ലാം ചുട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ ആ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം ഫോട്ടോയായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.